അപ്പൊ നമ്മളെ മെഷീന് ഫസ്റ്റ് കിട്ടുന്ന സമയത്ത് ഇതേപോലെ കയറും. അപ്പൊ ഈ രണ്ട് സംഭവം ഉണ്ടല്ലോ ഒന്ന് അടുത്തേക്ക് പോകാം. ഓക്കെ, അത് മതി. ഓക്കെ അല്ലേ? ഈ രണ്ട് സംഭവം മാറ്റി വെക്കുക. അതേപോലെ ഒരു കെട്ട് കമ്പി ഉണ്ടാവും, കെട്ട് കമ്പി, ഒരു 4 കെട്ട് കമ്പി, അത് മാറ്റി വെക്കുക. പിന്നെ ഇത് നമുക്കിപ്പോ സെറ്റ് ചെയ്യാനുള്ളത് അതാട്ടോ. പിന്നെ ഗ്ലൗസ്, ആണി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇൻസുലേഷന് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ട. അപ്പൊ നമുക്കിത് ഈ സംഭവം ഉണ്ടല്ലോ, ഇത് നമുക്ക് ഹോൾ ഇടാൻ വേണ്ടിട്ടാട്ടോ. ഈ അടിയത്തെ പാട്ടിനെ പിന്നെ കാണിച്ചു. ഇത് സേഫ്റ്റി ബെൽറ്റ് ആട്ടോ. ഇത് നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അതേമാതിരിക്ക് ഇതൊന്നുണ്ടാവും, എക്സ്ട്രാ ആണ്. ഇത് മാറ്റി വെക്കുക. അതേപോലെ തന്നെ ഇതും എക്സ്ട്രാ ആണ്, മാറ്റി വെക്കുക. ഇനി അടുത്തേക്ക് ആണല്ലേ. ആദ്യം ചെയിൻ ഇടുക. ചെയിൻ ഇടുമ്പോ ഇടത് ഭാഗത്ത് ഫിക്സ് ആക്കുക, പിന്നെ വലത് ഭാഗത്ത്. നമ്മള് ഈ വലത് ഭാഗത്താണ് നമ്മൾ അയച്ചെടുക്കലും പിന്നെ ഹോളിനനുസരിച്ച് വണ്ണത്തിനനുസരിച്ച് നമ്മള് ചേഞ്ച് ആക്കലൊക്കെ കേട്ടോ. ഇവിടെ നമ്മളൊന്നും ചെയ്യണ്ട. ഇവിടെ നമ്മള് ഫസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അടുത്തത് അതേപോലെ രണ്ടും സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്ത ശേഷം ഇങ്ങനെയാണ് നമ്മൾ മെഷീൻ പിടിക്കേണ്ടത്. ഫസ്റ്റ് ഒന്ന് അടച്ചിട്ട് കിട്ടില്ലേ? ഫസ്റ്റ് നമ്മള് മേലത്തെ പാട്ടിന്റെ ഇതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ ഫസ്റ്റ് ആഡ് ചെയ്ത ശേഷം അത് വിട്ടു. പിന്നെ അടിയത്തെ പാട്ട് സെറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഒരു 4 സംഭവം ഉണ്ടാവും കേട്ടോ. ഇത് നമ്മൾ എക്സ്ട്രാ ആണ്, ഇത് നമ്മൾ മാറ്റി വെക്കാം. ഇനി ഒന്ന് അടുത്തേക്ക് പോകാം. ഇതിന്റെ ഒന്ന് അടുത്തേക്ക് പോകാം. അല്ല, ഇഞ്ഞ കിട്ടണമെന്നില്ല, ഇത് ഇതാക്കിയാൽ മതി. ഈ സംഭവങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ കേട്ടോ. ഒരു ഗ്ലൗസ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കണം, ബാക്കിയൊക്കെ എക്സ്ട്രാ ആണ്. വലത് ഗ്ലൗസ് നമുക്ക് എന്തെങ്കിലും ഇത് റീപ്ലേസ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണത്. നമ്മൾ മെഷീൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടില്ലേ, ഇത് ഇതേപോലെ ചെരിവ് വേണം. ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഒരു ചെരിവ്. ഇത് സ്ട്രൈറ്റ് ആയിട്ട് മതി. അപ്പൊ വണ്ണം കുറഞ്ഞ് മേലെ വണ്ണം കുറഞ്ഞ കവുങ്ങ് വരുന്ന സമയത്ത് ഇത് നമ്മൾ മുകളിൽ നിന്ന് അയച്ചിട്ട് നമുക്ക് ടൈറ്റ് ആക്കാം. വണ്ണം കുറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോൾ ഇതെന്താവും, ഈ ചെരിവുള്ളത് വണ്ണം കുറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന്മേ നമ്മള് ഇത് വണ്ണം കുറഞ്ഞ സ്ഥലത്തുമ്പോൾ തൂങ്ങും മതിയാ. ടൈറ്റ് ചെയ്ത് ഇതേപോലത്തെ ആ ഒരു സെറ്റപ്പിൽ തന്നെ മേലെത്തുമ്പോഴും ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ. നമ്മളെ മെഷീനില് ഈ കേബിൾ സെറ്റ് ചെയ്യുന്നതാണ് അധികം ആൾക്കാർക്കുള്ള സംശയം. എങ്ങനെ സെറ്റ് ചെയ്യണം, പല സംശയമുണ്ട്. ചില ആൾക്കാർക്കൊക്കെ പൊട്ടിപ്പോയതൊക്കെ ഉണ്ട്. അപ്പേ ഞാൻ അടുത്തേക്ക് പോയ ഈ 2 നെട്ട് ഉണ്ടല്ലോ, ഈ 2 നെട്ട് ഇവിടുന്ന് എടുക്കണം കേട്ടോ. 2 നെട്ട് ഇവിടെ എടുക്കണം. ഇവിടെ ചില ആൾക്കാരൊക്കെ ഒരു നെട്ട് ഇവിടെ വെച്ചിക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ ചെയ്യാതെ 2 നെട്ട് ഇവിടുന്ന് എടുത്തിട്ട് കുറച്ച് അടുത്തേക്ക് ഞാൻ അടുത്തേക്ക് പോയ ഇത് നമ്മൾ ഈ അടിയത്തെ പാട്ടിന്റെ
ഈ ഹോൾ കൂടെ അങ്ങനെ എടുക്കുക. പിന്നെന്ത് ചെയ്യാ, ഈ വലിയ പാട്ടിന്റെ ഇതിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക. മനസ്സിലായില്ലേ? അടിയിൽ നിന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇതിൽ കൂടെ അങ്ങനെ കൊടുത്തിട്ട് ഇതിൽ കൂടെ അങ്ങനെ കൊണ്ടുവരാം. എന്നിട്ട് ഈ സംഭവം ഉണ്ടല്ലോ, നമ്മളെ 2 നട്ട് പിന്നെ ഈ സംഭവം നമ്മളിതിൽ കയറി ഇരുന്നിട്ട് കാല് ഫുള്ള് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. നമ്മളെ കാല് എത്ര സ്ട്രെയിറ്റ് ആവോ അങ്ങനെ സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് പിന്നെ ഫുള്ള് ഇട്ടണ്ടേ? ഫുള്ള് ഫുള്ള് കിട്ടണം. ഫുള്ള് കിട്ടിയില്ല, അതില് ഫുള്ളില്ല, കാല് മതി. ഓക്കെ അല്ലേ? ഇങ്ങനെ കാല് സ്ട്രെയിറ്റ് ആയി വെച്ചിട്ട് അടിക്ക് നോക്കാം. ഞാൻ അടിക്ക് നോക്കാം. കണ്ടില്ലേ? കുറച്ച് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് അടിയിലൊരു 7 സെന്റിമീറ്റർ എക്സ്ട്രൈറ്റ് വേണം. അപ്പൊ നമ്മളിവിടെ സെറ്റ് ചെയ്യുമ്പോ തന്നെ അത് നമ്മൾ അങ്ങനെ ചെയ്യണം. ഓക്കെ, ഇങ്ങോട്ട് അടുത്ത്. പിന്നെ ഇത് സെറ്റ് ചെയ്യണത് ഈ ഒരു അടിയത്തെ ഇതിന്റെ ഹോൾ കൂടെ ഇതിട്ടിട്ട് ഏകദേശം നമ്മളിവിടെ അവിടെ അടിയിൽ നിന്ന് ഇങ്ങനെ ടൈറ്റ് ആക്കി ഇവിടെ ഒരു 7 സെന്റിമീറ്റർ എക്സ്ട്രാ കണ്ടിട്ട് ഇങ്ങനെ കണ്ട് എന്ത് ചെയ്യാ, അവിടെ ആ ഒരു ഇതില് ആ ഒരു എക്സ്ട്രാ ഇട്ടിട്ട് ഇതും തന്നെ രണ്ടും ഇതിൽ ചെയ്യണം കേട്ടോ. ടൈറ്റ് ആക്കണ്ട. ഞാൻ ഇപ്പൊ കാണിച്ചു തരാൻ വേണ്ടിട്ട് ഒന്നുകൂടി ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാ, ഇങ്ങനെ എക്സ്ട്രാ കേബിൾ വരുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ, അത് അതിൽ തന്നെ ഇങ്ങനെ റൗണ്ട് ആക്കി ഇങ്ങനെ മടക്കി വെച്ചാൽ മതി കേട്ടോ. ഇതിന്റെ ഉള്ളില് ഇനി ആ ഇൻഷുറൻസ് എടുത്ത അല്ല ഇവിടെ ഉണ്ടാവും ഈ ചാക്കിൻ്റെ അടുത്ത്. വീഡിയോ സ്റ്റോപ്പ് ചെയ്താ പിന്നെ എന്ത് ചെയ്യാം, അത് ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ റൗണ്ട് ആക്കി ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഇൻസുലേഷൻ കൊണ്ട് ഇങ്ങോട്ട് അടുത്തേക്ക് ഇങ്ങോട്ട് കിട്ടണല്ലേ, ഇതേപോലെ ഒന്ന് കണ്ടില്ലേ ഇതാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആ നെട്ടും ആ കേബിളൊക്കെ പുറത്തേക്ക് വന്ന് നമുക്ക് ഡിസ്റ്റർബ് ആവും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇതാണ് അവസ്ഥ. ഇനി അടിക്കൊന്ന് നോക്കാം. അടിക്കൊന്ന് വേണ്ട, അടിക്ക് ശരിക്കൊന്ന് അടിക്കൊന്ന. ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അവസ്ഥ കേട്ടോ. ഈ ഒരു എക്സ്ട്രാ നിർബന്ധമാണ്. അതായത് ഇനി ഇങ്ങനെ പൊക്കി വന്ന എന്നിട്ട് ഇനി കാല് കാണണം. നമ്മളെ കാല് ഫുള്ള് സ്ട്രെയിറ്റ് ആയി വെച്ചിട്ട് ഇതില് കണ്ടില്ലേ ആ കേബിള് കുറച്ച് എക്സ്ട്രേറ്റ് നിൽക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ നമ്മൾ കയറി ഇറങ്ങുന്ന സമയത്ത് അത് ടൈറ്റായി പൊട്ടും. അപ്പൊ ടൈറ്റായി പൊട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആരാണോ ഈ മെഷീൻ ഉപയോഗിക്കുന്നത് ആ വ്യക്തി ഇതിൽ കയറി ഇരുന്നിട്ട് കാല് ഫുള്ള് നീർത്തി കേബിൾ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 5 or 6 ഒരു 7 സെന്റിമീറ്റർ ഒക്കെ എക്സ്ട്രാ ഇടണം. ഓക്കെ, അതിലെ സേഫ്റ്റി ബെൽറ്റ് സെറ്റ് ചെയ്യണത് ഇടത്ത് കൂടെ ഇങ്ങനെ എടുത്തിട്ട് വലത്ത് കൂടെ എടുത്തിട്ട് ഈ സംഭവം ഉണ്ടല്ലോ ഇതിങ്ങനെ മുകൾക്കാക്കിയാണ്ട് ലോക്ക് ചെയ്യണം കേട്ടോ. ഇതൊരിക്കലും താഴേക്കാക്കിയാണ്ട് ചെയ്യാതെ ഇത് ലോക്ക് ചെയ്യുന്ന സമയത്ത് മുകൾക്കാക്കിയിട്ട് ലോക്ക് ചെയ്യണം. അതെന്താ വെച്ചാൽ ഇതിപ്പോ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഇതാക്കിയാൽ മതി. മല്ലിക്കെട്ടി ഇങ്ങനെ അത് പ്രസ് ചെയ്യണമെന്നൊന്നുമില്ല. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാ, സ്റ്റോപ്പ് ചെയ്താ പിന്നെ നമ്മൾ എന്ത് ചെയ്യാ, നമ്മളൊരു 2 വിരല് അല്ലെങ്കിൽ ഒരു 3 വിരല് ഇതിന്റെ ഉള്ളിലേക്ക് ഇടുക. ഉള്ളിൽ ചേർത്ത് പിടിച്ചിട്ട് കണ്ടില്ലേ ഈ ഒരു സംഭവം ഇങ്ങനെ വർക്ക് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്യാ, പിന്നെ ഇത് സെറ്റ് ചെയ്യണത് നമ്മളെ കൈ ഏകദേശം കുറച്ചിങ്ങനെ നിർത്തുക. ഫുള്ള് നിർത്തണ്ട, ഏകദേശം നമ്മളൊരു കൈ നമുക്കിങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത വിധത്തിൽ ഇങ്ങനെ
പാകത്തിന് ഇങ്ങനെ നിർത്തിയിട്ട് ഇവിടെ ഒരു മാർക്ക് ചെയ്യാം നമ്മളെ ഇവിടെ കെട്ടാൻ വേണ്ടിയിട്ട്. ആ മാർക്കില് കറക്റ്റ് ആ മാർക്കില് എന്ത് ചെയ്യാം, നമ്മളിവിടെ കെട്ട് വരുമ്പോ ആ മാർക്കില് ആയിട്ട് വരണം കെട്ട്. ഇപ്പൊ എന്തായി കെട്ടി. പിന്നെ ഇങ്ങനെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കട്ടോ. ഇതിപ്പോ എന്താ വെച്ചാൽ ഞാനിപ്പോ എല്ലാ ആൾക്കാരും ഒരേ മാതിരിക്കല്ല, അപ്പൊ നമ്മൾ കൊടുക്കുമ്പോ അങ്ങനെ കുറച്ച് കൂടുതൽ വിടും. എന്നിട്ട് എന്ത് ചെയ്യാ, നേരത്തെ പറഞ്ഞ പോലെ 2 പേരില് 3 പേരിൽ ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് കണ്ടില്ലേ, കണ്ടില്ലേ, ഈ മെത്തേഡിൽ കയറാ. കാണില്ല സംഭവം. ഇറങ്ങുന്ന സമയത്ത് സേഫ്റ്റി ബെൽറ്റിന്റെ ആവശ്യമില്ല, വേണമെങ്കിൽ ഇടുക. ഇതേപോലെ ബാക്കൊക്കെ ഇടുക. അപ്പൊ കൈ ഇങ്ങനെ ഒന്നിങ്ങനെ ഇതിങ്ങനെ സപ്പോർട്ട് ചെയ്താൽ മതി. ഇനി കുറച്ചടുത്തേക്ക് നമ്മൾ സേഫ്റ്റി ബെൽറ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വിട്ടിട്ട് നമ്മള് ഇത് സേഫ്റ്റി ബെൽറ്റും ആണ്. പിന്നെ നമുക്കൊരു കണ്ടില്ലേ ഇതിൽ പിടിച്ചിട്ട് ഒരു സപ്പോർട്ടും കൂടിയാണ്. അതായത് നമ്മൾ എവിടെയെങ്കിലൊക്കെ പിടിച്ചിങ്ങനെ തൂങ്ങി എണീക്കുമല്ലോ, അതേപോലെ അതിനൊരു ഉപയോഗം ഇവിടെ കേട്ടോ. ഇനി ഞാൻ കാണിച്ചു തരാം. ഇതിൽ പിടിച്ച് എണീറ്റു, മുകൾക്കാക്കി അടിയത്തൊക്കെ ഇതിനെ വലിച്ചു ലൂസാക്കി അതിലിട്ടു. എണീക്കുന്ന സമയത്ത് കണ്ടില്ലേ ഈ കൈയിന്റെ ഇതിങ്ങനെ പിടിച്ചിട്ടാണ് എണീക്കുക. അങ്ങനെ ആ ഒരു മെത്തേഡിൽ പഠിക്കുമ്പോൾ എണീറ്റു, പൊക്കി വലിച്ചു കയറ്റി ലൂസാക്കി എണീറ്റു. കിട്ടുന്നില്ലേ? കുറച്ച് വേഗം വേണമെങ്കിൽ പോയിക്കോ. നല്ല വീഡിയോ ഓഫ് ആക്കാതെ തന്നെ ക്യാമറ വേണമെങ്കിൽ അങ്ങോട്ട് പോയിക്കോ, കുഴപ്പമില്ല. കുറച്ച് വേഗത്തിൽ പോയിട്ട് കിട്ടണല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വണ്ണം കുറയുന്ന സമയത്ത് ഒരു പ്രശ്നമല്ല. മനസ്സിലായില്ലേ? സിമ്പിളായിട്ട് ഉപയോഗിക്കാം. ഷോർട്ടിട്ടെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇറങ്ങട്ടെ. ഞാൻ അടുത്തേക്ക് നമ്മൾ അടിയത്തെ പാട്ടിന് ഒരിക്കലും താഴ്ത്തരുത് കേട്ടോ. ഒരു അടിയൊക്കെ മുകളിൽ വെച്ചിട്ട്
അടിയത്തെ പാട്ടിനെ നിർത്തണം. പിന്നെ ഈ ഇരിക്കണതാണ് നമ്മളിങ്ങനെ താത്തേണ്ടത്, മനസ്സിലായില്ലേ? ഇതൊരിക്കലും അടിയിൽ തട്ടരുത്. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തു അല്ലേ? നമ്മളിത് റിമൂവ് ചെയ്യല് ഇതിങ്ങനെ രണ്ടും ചേർത്ത് പിടിച്ചു. ആണി റിമൂവ് ചെയ്ത് ബാക്കിക്ക് ഹോൾക്ക് മാറ്റിയിട്ടു, ഒപ്പം ചേർത്ത് പിടിച്ചു. മുകളിൽ റിമൂവ് ചെയ്തു, ഒരു സൈഡ് മാത്രം ഓപ്പൺ ആക്കിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, കണ്ടില്ലേ? ഇതേപോലെ ഫ്രണ്ടിക്ക് ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ മെഷീന് പിടിക്കണം. ഇങ്ങനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇതാവും. പിന്നെ നമ്മളിങ്ങനെ മല്ലിക്കെട്ടി, മനസ്സിലായില്ലേ? അപ്പോൾ അതിലേറെയൊക്കെ നല്ലത് ഒന്ന് ഫ്രണ്ടിക്ക് ഇങ്ങനെ ഒരു സ്ലോപ്പ് ആക്കിയിട്ട് പിടിച്ചിട്ട് എന്താ ഇങ്ങനെ വരിക. വന്നിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് മുകളിലത്തത് ഫസ്റ്റ് മേലത്തത് സെറ്റ് ചെയ്തു. മേലത്തെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിട്ടു. പിന്നെ നമ്മളെ ഫുള്ള് രണ്ടാമത്തെ പാട്ടിനെ സെറ്റ് ചെയ്തു, മനസ്സിലായില്ലേ? സെറ്റ് ചെയ്തിട്ട് ചിലപ്പം ചെറിയ ടൈറ്റോ അതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് ലൂസാക്കാം. ഒരു ഹോള് പിന്നെ ബാക്ക് ഇട്ട് കൊടുക്കുക ലൂസാണെന്നുണ്ടെങ്കിൽ. ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 2 ഹോള് മുന്നിക്കാക്കി ഇട്ട് കൊടുക്കുക. സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ കുറച്ച് വണ്ണം കുറവാണ്, കുറച്ച് ചെരിവ് കുറവാണ്. ഒരു ഇത്ര ചെരിവ് വേണം. അതേപോലെ ഇത് സ്ട്രൈറ്റ്, അടിയത്തത് ചെറിയ ചെരിവ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുക, പരിപാടി കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുവരിക, ഒപ്പം വെച്ചു, ചേർത്ത് വെച്ചു. ഇടത് കൈ കൊണ്ട് പിടിക്കട്ടോ. ഇടത് കൈ കൊണ്ട് പിടിച്ചിട്ട് അടിയത്ത് ഓപ്പണാക്കി, മേലത്തത് ഓപ്പണാക്കി. പിന്നെ എന്ത് ചെയ്യുക, അടുത്ത മരത്തിന് കണ്ടില്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുന്നിക്ക് കുറച്ച് ചെരുവിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ ഫസ്റ്റ് മുകളിലത്തത് സെറ്റ് ചെയ്തു. പിന്നെ ഈ കൈ നേരെ രണ്ടാമത്തെ പാട്ടിലേക്ക് വന്നു, ഇവിടെ വിട്ടു. അപ്പോൾ നമ്മൾ ഇവിടെ പിടിച്ചു, ഇത് കുറച്ച് മുകൾക്കാക്കി, പിന്നെ അതിൽ കൈ വെച്ചു. ഇത് ആഡ് ചെയ്തു. കണ്ടില്ലേ സ്ലോപ്പ്, കണ്ടില്ലേ? ഇതിൻ്റെ സ്ലോപ്പും ഇതിൻ്റെ സ്ട്രൈറ്റും. ഓക്കെ, ഇടവ കൈയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇനി കുറച്ച് അടുത്തേക്ക് പോവാം. നിങ്ങളെ കൈ ഇടവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാനിപ്പെട്ടത് ഞാൻ ഭക്ഷണ കൈകൾ വലത് കൈ കൊണ്ടാണ്. അപ്പോൾ ഇടത് കൈയിലാണ് ഗ്ലൗസ് എടുക്കുന്നത്. ഇനി ഇടവൻ കയ്യന്മാരാണെന്നുണ്ടെങ്കിൽ വലത് ഗ്ലൗസിൽ ഗ്ലൗസ് ഇടുക, വലത്തെ കയ്യിൽ ഗ്ലൗസ് ഇടുക. അതേപോലെ കുറച്ച് അടുത്തേക്ക് പോവാം. ഈ ഹോളുണ്ടല്ലോ, കൂടുതൽ ഹോളുള്ളത് ഈ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഇടുക, ഹോൾ കുറവുള്ളത് വലത്തേക്ക് ഇടുക, ഹോൾ കൂടുതലുള്ളത് ഇടത്തേക്ക് ഇടുക. ഇടവൻ കയ്യന്മാർ ചെയ്യേണ്ട കേട്ടോ. ഓക്കെ, സ്റ്റോർ. ഓക്കെ, ഇനി നമ്മളെ തോട്ടത്തിൽ ചിലപ്പം പൊതുവെ നമുക്ക് വണ്ണം കുറഞ്ഞ കവുങ്ങാക്കാരം, അല്ലെങ്കിൽ ചില തോട്ടത്തിൽ പറഞ്ഞാൽ നല്ല വണ്ണല്ലാക്കാരം. അപ്പോൾ ഏകദേശം ഒരു 70% ഏതാണോ ഉള്ളത് അതിനനുസരിച്ച് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. അപ്പം അങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇടത് ഭാഗത്ത് വല്ല വണ്ണല്ല കവുങ്ങാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഇവിടെ കൊണ്ടുവരിക, ലാസ്റ്റിൽ കൊടുന്ന് സെറ്റ് ചെയ്യുക. വണ്ണല്ല കവുങ്ങാണെന്നുണ്ടെങ്കിൽ ഒരു മേടിയാണെന്നുണ്ടെങ്കിൽ നടുവിൽ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഇതൊക്കെ മേടിയാണ്, വണ്ണമുള്ളതുകൊണ്ട് വണ്ണം കുറഞ്ഞുകൊണ്ട്. അപ്പം നടുവിൽ ഇനി പറ്റ വണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുക. ഇത് നമ്മൾ പിന്നെ അയച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലും അതേപോലെ തന്നെ ഇതിൻ്റെയും അവസ്ഥ ഒരേപോലെയാണ്. പിന്നെ സെറ്റിങ്സ് ഒക്കെ നമ്മൾ ഈ വലത്ത് ഭാഗത്തോടെ ചെയ്യുക. ഇടവൻ കയ്യന്മാരാണെന്നുണ്ടെങ്കിൽ മാറ്റിയിട്ട് കണ്ട് പിന്നെ ഈ ഭാഗത്തക്കാരൻ ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, ഇപ്പം മേടിയനായോണ്ട് ഇത് നടുവിലിട്ടിക്കണത്. പറ്റ വണ്ണം കുറവാണെങ്കിൽ നമ്മൾ ലാസ്റ്റിക്ക് ഇടണം ഇവിടെ. അതേപോലെ തന്നെ വണ്ണം കൂടുതലാണെങ്കിൽ ഇവിടെ മുന്നിക്ക് കൊണ്ടുവരണം. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ എന്താ ചോദിച്ചാൽ പിന്നെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്താൽ പിന്നെ ഇവിടെ ലൂസോ ടൈറ്റൊക്കെ കയറും. അപ്പോൾ പിന്നെ ഇവിടെ അയച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് കണ്ട് അതിനനുസരിച്ച് ഫസ്റ്റ് തന്നെ അത് സെറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തു. ഈ സംഭവം ഉണ്ടല്ലോ, ഈ സംഭവം നമ്മൾ ഒരു ഭാഗത്ത് തേയ്മാനം വരുമ്പോൾ ഇതിങ്ങനെ കൈ കൊണ്ട് തന്നെ തിരിച്ച സാധനം കിട്ടും.
ഈ കൈ കൊണ്ട് വെച്ചില്ലെങ്കിൽ ഒരു മുണ്ട് കൂട്ടി എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ട് ഇത് നമ്മളിങ്ങനെ തിരിക്കണം. ഇപ്പോൾ ഒരു തോട്ടം പറിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് എന്ത് ചെയ്യുക, പൊസിഷൻ മാറ്റുക, മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം തേഞ്ഞാണ്ട് സാധനം പൊട്ടിപ്പോവും. ഇതൊക്കെ അത്യാവശ്യം റേറ്റുള്ളതാണ്. നമ്മൾ വാറണ്ടിയിൽ പറഞ്ഞ തന്നിക്കണെങ്കിലും പക്ഷെ നമ്മളെന്താ വെച്ചാൽ ഉപയോഗിക്കുമ്പോൾ ഇതിവിടെ ഒരു ഭാഗത്ത് മാത്രം മെയിൻ ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളിതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കണം തേയ്ണതിനനുസരിച്ച്. പിന്നെ ഇത് നമ്മൾ ഒരു ഭാഗത്ത് ഇവിടെ കവുങ്ങിന് ടച്ചായി വരുന്ന ഭാഗത്ത് തേയുമ്പോൾ കുറച്ച് തേഞ്ഞ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം കുറച്ച് പിന്നെ പൊട്ടാനാണ് ഒരു കണ്ടീഷൻ ആകുമ്പോൾ നമുക്കൊരു സൂചി എടുത്ത് കാണാൻ ഇങ്ങനെ കുത്തി നോക്കിയാൽ മതി. ഇവിടുത്തെ വണ്ണം നമുക്ക് മനസ്സിലാവും. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് അയച്ചിട്ട് തേയാത്ത ഭാഗം കവുങ്ങിൻ്റെ ഇവിടേക്ക് ടച്ച് ചെയ്യണ ഭാഗത്തേക്ക് ചെയ്യണം. അതിനുള്ള പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള വീഡിയോ നമ്മൾ സെപ്പറേറ്റ് വിട്ടുതരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇതും തന്നെ ഇതിന് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഹോളിടാം. ഇവിടെ ഡാമേജ് വരുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ തിരിച്ചുകാണ്ട് ഒരു ഇതിമേ ഇതും ഒരു പ്രാവശ്യം നമുക്ക് ഹോളിടാൻ പറ്റും, മനസ്സിലായില്ലേ? ഇത് കൂട്ടാതെ ഒരു പ്രാവശ്യം കൂടി ഹോളിടാൻ പറ്റും. അപ്പോൾ അത് തിരിച്ചുകാണ്ട് ചെയ്തിട്ട് നമ്മൾ വീഡിയോ വിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതും അങ്ങനെ തന്നെയാണ്. ഒരു ഭാഗം തേയുന്ന സമയത്ത് ഇത് പിന്നെ പെട്ടെന്ന് തേയില്ല, എന്നാലും തേഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊസിഷൻ മാറ്റിയിട്ട് കൊടുക്കുക. ഓഫായി. അതേപോലെ തന്നെ നമ്മൾ ഈ റോപ്പിൻ്റെ ഈ ഭാഗത്ത് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ടാൽ മതി, അയച്ചിങ്ങാണ്ട് തിരിച്ചിട്ടാൽ മതി. ഇപ്പോൾ ഇവിടെ ഡാമേജ് ആകുമ്പോൾ ഈ ഭാഗം ഓക്കെ കയറും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഭാഗം അങ്ങോട്ടായിങ്ങാണ്ട് തിരിച്ചിട്ടാൽ മതി. പിന്നെ ഇവിടെ ഇൻസുലേഷൻ കൊണ്ട് ഒന്നിങ്ങനെ ചിറ്റി കൊടുത്താൽ മതി, വലിയ സംഭവമൊന്നുമില്ല. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തു. ഇത് നമുക്ക് മറ്റേ സാധനം പൊട്ടിക്കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് തേഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ള ഈ സംഭവങ്ങളൊക്കെ. അതേപോലെ ഇതിന് ഹോളിടുന്ന സംഭവം കേട്ടോ, ചൂടാക്കിങ്ങാണ്ട് ഹോളിടുന്ന സംഭവമാണ്. അതിൽ ആഡ് ചെയ്തിട്ട് പിന്നെ ഇത് നമ്മളെ ചെയിനിൻ്റെ ബെൽറ്റാണ്. ചെയിനിൻ്റെ ബെൽറ്റ് ചിലപ്പോൾ ഇവിടെ കെട്ടിയ ഭാഗത്ത് ചിലപ്പോൾ അവിടെ ഇങ്ങനെ ഡാമേജ് ചെയ്യുമ്പോൾ ചിലപ്പം എന്തെങ്കിലും സംഭവം വരും. അപ്പോൾ എന്ത് ചെയ്യുക, ആ അയച്ചിങ്ങാണ്ട് ഒന്ന് പൊസിഷൻ മാറ്റിയാണ്ട് അതിന് എല്ലാവരും ഒന്നിങ്ങനെ തല തിരിച്ചൊക്കെ ഇട്ടാൽ മതി. കഴിഞ്ഞ പരമാവധി ഉപയോഗിക്കുക, കഴിഞ്ഞ ശേഷം ഇത് ഉപയോഗിക്കുക. ഇതും തന്നെ മേലത്തെ റോപ്പിൻ്റെ സംഭവമാണ്. പൊട്ടിയാൽ പിന്നെ ഉപയോഗിച്ചാൽ മതി. അതും തന്നെ 2-3-4 പ്രാവശ്യം തല തിരിച്ചൊക്കെ ഇടാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാല്ലാണ്ട് ഇത് നമ്മൾ പിന്നെ എന്തെങ്കിലും ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തേ ഇടാൻ വേണ്ടിയിട്ടുള്ള ഗ്ലൗസ് കേട്ടോ. 2 ഗ്ലൗസ് ഇട്ടുകൊണ്ട് മെഷീൻ ഉപയോഗിക്കരുത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിനിവിടെ ഈ സാധനം തന്നാൽ അതിന് ചെറിയൊരു ബ്ലേഡ് കൊണ്ട് ചെറിയൊരു കട്ടിങ് കൊടുക്കണം കേട്ടോ. പിന്നെ കെട്ടുകമ്പി ഉണ്ടാവും. ഇത് നമ്മളെ ചെയിനിൻ്റെ 2ാമത്തെ ബെൽറ്റ് കെട്ടുന്ന സമയത്ത് കെട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തോ.